അവിശ്വസനീയമായ വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. തോറ്റ മത്സരമാണ് അവസാനം ഇന്ത്യ തിരിച്ചു പിടിച്ചത്. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. ബുംറയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. ബുംറ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് പാകിസ്ഥാൻ കളി ജയിച്ചേനെ. ഇന്ന് ഇന്ത്യ കളി ജയിച്ചാലും ഒരുപാട് തെറ്റുകൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഓപ്പണിങ്ങിലാണ് പണിയായിരിക്കുന്നത്. കോഹ്ലി ഫോം ആകുന്നില്ല. ഇപ്പോഴിതാ ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി ജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ വിജയം എനിക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുപോലത്തെ പ്രകടനമാണ് ഇന്ത്യ ഇന്ന് പുറത്തെടുത്തത്. ഇതൊരു ടീം വർക്കിൻ്റെ വിജയമാണ്. ഞങ്ങളുടെ വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബുംറയ്ക്കാണ്. അദ്ദേഹം ഇങ്ങനെ ബൗൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് പാകിസ്ഥാൻ കളി ജയിച്ചേനെ. ഞങ്ങൾക്കിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ബാറ്റിംഗ് ആണ് പണിയായത്. 119 റൺസിൽ ഓൾ ഔട്ട് ആകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. അടുത്ത മത്സരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ വരും. ഓപ്പണിങ്ങിൽ സഞ്ജു അല്ലെങ്കിൽ ജയ്സ്വാളിന് അവസരം കിട്ടും. അതുപോലെ ശിവൻ ദുബെ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. താരത്തിന് ഞങ്ങൾ റെസ്റ്റ് കൊടുക്കും. ഇന്ത്യൻ ടീമിൽ മൊത്തത്തിൽ ഒരു മാറ്റമുണ്ടായിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് വന്ന തെറ്റുകൾ ഞങ്ങൾ കണ്ടെത്തി പരിഹരിക്കും. അടുത്ത മത്സരത്തിൽ ഇതിനേക്കാൾ മികച്ച വിജയം സ്വന്തമാക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യ ജയിച്ചിരിക്കുന്നത്. അതും തോറ്റ മത്സരം അവസാനം തിരിച്ചു പിടിച്ചു. അതാണ് ആരാധകർക്ക് ഇത്ര ആവേശം. ഇതുപോലത്തെ ഒരു കളി ഈ അടുത്തൊന്നും വന്നിട്ടില്ല. ഈ T20 വേൾഡ് കപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരം ഇത് തന്നെയായിരിക്കും. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ ഇതുപോലത്തെ ഒരു ട്വിസ്റ്റ് ആരാധകർ പ്രതീക്ഷിച്ചു കാണില്ല. 119 റൺസ് എടുത്തിട്ടും ഇന്ത്യ കളി ജയിച്ചു. പാകിസ്ഥാൻ സെക്കൻഡ് ബാറ്റിങ്ങിൽ 113 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 6 റൺസിൻ്റെ വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.